പ്രജിത, കുംഭമേളയൊക്കെ കഴിഞ്ഞു അല്ലേ? കുംഭമേളയ്ക്ക് പിന്നെ കുംഭമേളയുടെ പ്രാധാന്യം എന്നതിനോടൊപ്പം തന്നെ കുംഭമേളയെ പിന്നെ അപകീർത്തിപ്പെടുത്താനും നിരവധി മഹാന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപകീർത്തിപ്പെടുത്തുന്നത് ഒരു സൈഡിൽ നിന്നോട്ടെ, എന്നാൽ കുംഭമേളയെ കുറിച്ച് എന്താണ് പ്രജിത ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയതിനെ കുറിച്ച് ഒന്ന് പറയും? കുംഭമേളയെ കുറിച്ച് പ്രാധാന്യമൊക്കെ പലതരത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വീഡിയോ വരികയും എല്ലാവരും അത് മനസ്സിലാക്കുകയും ചെയ്തത്. എന്തായാലും ഈ ശിവരാത്രിയോട് കൂടി അത് അവസാനിച്ചു. ഇനി എത്രയോ വർഷങ്ങൾ കാത്തിരിക്കുന്നതിന് ശേഷമാണ് അത് എത്തുക. ജീവിച്ചിരിക്കുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഏറ്റവും കുംഭമേളയെ ഡീഗ്രേഡ് ചെയ്തു, പ്രൊമോട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളാണ് അതിന് മുൻകൈ എടുത്തിട്ടുള്ളത്. ഒരുതരം ഒരു ദുഷ്ടലാക്കുണ്ട്. ചില ചാനലുകൾ അടപ്പ് കൂട്ടി ചർച്ചയിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞിരിക്കുന്നതിലെല്ലാം തന്നെ ഒരു ദിവസം ഒരു കണ്ടന്റ് കുംഭമേളയെ പറ്റിയിട്ട് ഒരു നെഗറ്റീവ്, അതായത് നെഗറ്റീവ് മാത്രം പറയാം, നല്ലത് പറയാന്നുള്ളത് അവരുടെ പക്ഷത്തില്ല. അപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടത് എന്താ പറയാ, ഫുട്ബോൾ താരം CK വിനീത് അല്ലെ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ താരം, കണ്ണൂരുകാരനാണ്. അതെ, അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഞാൻ കുംഭമേളയിൽ കുളിച്ചില്ല, ചൊറിച്ചിൽ വരുത്താൻ താല്പര്യമില്ല, അത്രത്തോളം വൃത്തിയില്ലാത്ത വെള്ളമാണ്, വലിയ സംഭവമാണെന്ന് കരുതിയാണ് ഞാൻ പോയത്, എന്നാൽ വലിയ സംഭവമല്ല, ആൾക്കൂട്ടം മാത്രമാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷം ശരിയായ രീതിയിലൊന്ന് കൈകാര്യം ചെയ്ത് നിർത്തിയിട്ടുണ്ട് CK വിനീതിനെ എന്നുള്ളതാണ്. അതായത് വൃത്തിയില്ല എന്ന് പറയുമ്പോഴേ ഇത്രയേറെ ആളുകൾ വന്ന് കുളിച്ചു പോയിട്ട് അവർക്ക് ആർക്കും എന്തെങ്കിലും ഒരു ഡിസീസ് വന്നതായിട്ടൊന്നും അറിയില്ല. പിന്നെ ഒരു റെയിൽവേ സ്റ്റേഷനിലുണ്ടായ അപകടം അത് ഉണ്ടായിട്ടുണ്ട്. അതൊരു മാസ് ഡൽഹിയിലുണ്ടായ അത് റെയിൽവേക്കാർക്ക് പറ്റിയൊരു തെറ്റും കൂടിയാണ്. അതെ അതെ, അതും കുംഭമേളയുടെ ഒരു തലയിൽ കൊണ്ടുവച്ചു. അത് അവരുടെ ക്രമീകരണം ശരിയല്ല. അതെ, നമ്മുടെ നാട്ടിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും വരെ ഒരുപാട് ആളുകളാണ്, ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ CPM അനുഭാവിയായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ആനന്ദവനം ഭാരതി എന്ന പേരിൽ അദ്ദേഹം ഒരു സന്യാസി വര്യനായി മാറുക കൂടി ചെയ്ത ഒരു കുംഭമേളയാണ് ഈ കഴിഞ്ഞു പോയത്. അപ്പോൾ ഞാൻ പലപ്പോഴും ഈ വാർത്തകളൊക്കെ വന്ന് ഏറ്റവും ഒടുവിൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു വാർത്ത വരുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ആളുകൾ പഠിക്കുകയും ശരിയായ രീതിയിൽ പഠിക്കുകയും മുന്നേറുകയും ഒക്കെ ചെയ്യുമ്പോൾ, അതായത് തലയ്ക്ക് അടിച്ചേൽപ്പിച്ച ചില ഭാരങ്ങൾ തലയിൽ നിന്ന് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ശുദ്ധമായ രീതിയിൽ ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഡീഗ്രേഡ് ചെയ്തിട്ടും വളരെ നല്ല രീതിയിൽ തന്നെ ഒരു 45 കോടിയോളം, ഒരുപക്ഷെ അതിലധികം ജനങ്ങൾ വന്നു പോയ ഈ ഒരു മഹാസംഗമത്തിന് ഒരു ആൾക്കൂട്ടം എന്ന് പറയുമ്പോൾ ഇവരുടെ CPMന്റെ പരിപാടിക്ക് ആശാ വർക്കർമാരെ ഇപ്പോൾ അപമാനിച്ചു കൊണ്ടിരിക്കുന്ന ആശാ വർക്കർമാരെ ഉൾപ്പെടെ വരുത്തി വെച്ച് ആൾക്കൂട്ടം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയല്ല അവിടെ നടന്നുപോയത്. അതാണ് ചിന്തിക്കേണ്ട വിഷയം. അപ്പോൾ ആൾക്കൂട്ടം ഉണ്ടാക്കുന്നത് ആശാവർക്കർമാർ കൂടെയാണ്, അത് ഉറപ്പാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ആൾക്കൂട്ടമല്ല. എല്ലാവരോടും നിങ്ങൾ ഇവിടെ വരണം, ഇവിടെ അതെ, അവരുടെ എന്താണ് പെൻഷനും എല്ലാം നിർത്തലാക്കുമെന്നല്ലേ പറയുന്നത്. അത്തരത്തിലൊരു ആഹ്വാനത്തിന്റെ ആവശ്യം യോഗിക്കോ മോദിക്കോ നമ്മുടെ ഇന്ത്യൻ ഭരണകൂടത്തിന് വേണ്ടി വന്നില്ല. അത്രയും ആളുകൾ അവിടെ വന്നു പോയി എന്നുള്ളത് തന്നെയാണ്. ഇവിടുത്തെ നമ്മുടെ മഹാന്മാരും ഒക്കെ അവിടെ പോയിട്ടുണ്ട്. ഇപ്പോൾ പ്രകടമായിട്ട് ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, പണ്ട് നമ്മൾ ഇത്തരത്തിലൊരു ഹൈന്ദവ ധർമ്മപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അത് ഇറങ്ങിച്ചെല്ലാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൂടിയും ഒരു എന്താ പറയുക, ഒരു മടി, ഒരു പിന്നോട്ട് വലിക്കലുണ്ട്. കാരണം ഞാൻ പുരോഗമന പക്ഷക്കാരനല്ലാതെ ആയിപ്പോയാലോ എന്നൊരു ചിന്ത. അതായത് പുരോഗമന പക്ഷം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ശരിയായ പക്ഷമാണ്. ശരിയായ പക്ഷം എന്ന് പറയുന്നത്, ശരിപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷം മാത്രമാണെന്നൊരു അലിഖിതമായിട്ടുള്ള
എന്നുള്ള ധാരണയുണ്ട്. ഇത് പറഞ്ഞ പോലെ ഒരു പിൻവലിയൽ സ്വയം തോന്നിയിരുന്ന. അതെ. അപ്പോൾ ഇത്തരത്തിൽ നിന്നും ആളുകൾ മാറി ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്രയും ഗംഭീരമായ രീതിയിൽ ഈ ഒരു കുംഭമേള നടന്നു പോയതിനെ തുടർന്ന്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇത്രയും പറഞ്ഞു വന്നത് അതിനു വേണ്ടിയായിരുന്നു. എല്ലാവർക്കും അറിയാം കൈവെട്ട് കേസ്. പ്രൊഫസർ ജോസഫ് മാഷെ കൈവെട്ടിയ സംഭവം ആരുടെയും മനസ്സിൽ നിന്ന് പോവുകയില്ല. അദ്ദേഹം കൂടി ഈ കുംഭമേളയുടെ ഒരു ഭാഗമായി എന്നുള്ളത് അഭിമാനത്തോടെ തന്നെ പറയേണ്ട കാര്യമാണ്, അല്ലെ? ചേട്ടൻ എന്താണ് അതിൽ തോന്നുന്നത്? അങ്ങനെ തന്നെയല്ലേ അതിനെ നമുക്ക് അഭിമാനത്തോടെ തന്നെ പറയാം. കാര്യം ജോസഫ് മാഷിനെ പോലൊരു വ്യക്തിത്വം കുംഭമേളയിൽ പങ്കെടുത്തു. അത് ശരിക്കും 2 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഇവിടെ മലയാളക്കരയിൽ ഒരു മനുഷ്യരും അറിഞ്ഞില്ലല്ലോ എന്ന് കൂടി നമുക്ക് ഇതിൽ പറയേണ്ടി വരും. അതെ, പലതും എന്താ പറയാ, പലതും അപ്പൊ തന്നെ ബ്രേക്കിംഗ് ആയിട്ട് കൊടുക്കുന്ന ഇവിടുത്തെ വമ്പന്മാരായിട്ടുള്ള പലരും കൊടുത്തിട്ടില്ല. അപ്പോ അദ്ദേഹത്തിന്റെ, അതായത് മെയിൻ സ്ട്രീം മീഡിയയൊക്കെ ആണെങ്കിൽ മറ്റാരെങ്കിലും ആയിരുന്നു എങ്കിൽ ഇത് കൊടുക്കുമായിരുന്നു. തീർച്ചയായിട്ടും വലിയൊരു വാർത്തയായിട്ട് ബ്രേക്കിംഗിൽ തന്നെ പോയിക്കൊണ്ടിരുന്നത്. അല്ല, ഇത് സോഷ്യൽ മീഡിയ ആണെങ്കിൽ തന്നെയും ഇത് ബ്രേക്കിംഗ് ആയിട്ട് കൊടുക്കേണ്ട ഒരു വാർത്ത തന്നെയാണ്, അല്ലെ? പക്ഷെ അതിൽ പോലും സജീവമായിട്ട് കണ്ടില്ല. അതിന്റെ പിന്നിലുള്ള അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അതായത് ഈ ഒരു പ്രവാചക നിന്ന നടത്തി എന്ന് ആരോപിച്ചാണ് അദ്ദേഹത്തെ അത്രത്തിലൊരു മൃഗീയമായ രീതിയിൽ കുടുംബം തന്നെ ശിഥിലമായി ആത്മഹത്യ ചെയ്തു. കാരണം സഭ പോലും അദ്ദേഹത്തെ പിന്തുണച്ചില്ല എന്നുള്ളതാണ്. സഭ പോലും പിന്തുണച്ചില്ല. അദ്ദേഹം ചെയ്തത് തെറ്റ് എന്നുള്ള രീതിയിലേക്ക് ഇത്തരത്തിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്തു. മതനിരപേക്ഷ കേരളം എന്ന് പറയുന്ന സർക്കാരിന്റെ ആളുകൾ പോലും അദ്ദേഹത്തെ പിന്തുണച്ചില്ല എന്നുള്ളതാണ്. മതനിരപേക്ഷ കേരളം എന്ന് ആഹ്വാനം, എന്താ പറയാ, നമ്മൾ പറയില്ലേ, ഈ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അദ്ദേഹത്തെ എന്തുകൊണ്ട് അത്തരത്തിൽ ചിന്താഗതികൾ വന്നുകൂടാ? മതം വേണ്ട, മനുഷ്യൻ മനുഷ്യനായി ജീവിക്കട്ടെ. അങ്ങനെ ചിന്തിക്കാനുള്ള പ്രാപ്തി ആ ഒരു പാർട്ടിക്ക് പോലും ഇല്ലാതെ ആ ഒരു സാഹചര്യത്തിലാണ് ജോസഫ് മാഷ് ഇത്തരത്തിൽ കുംഭമേളയുടെ ഭാഗവാക്കായി എന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നത്. അതിനെ നമ്മൾ എന്താ പറയാ, വളരെ അഭിമാനത്തോടെ തന്നെ കാണണം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കാണണം. എന്തുകൊണ്ട് ജോസഫ് മാഷ് കുംഭമേളയ്ക്ക് പോയി എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. അതായത് നമ്മുടെ നാട്ടില് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സ്പ്ലിറ്റ് ആൻഡ് റൂൾ ഉണ്ടല്ലോ, അതാണ്. അത് ഇപ്പോൾ പണ്ട് ബ്രിട്ടീഷ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് പോലെയല്ല. ഇപ്പോൾ നടക്കുന്നത് ജാതീയപരമായും മതപരമായിട്ടും സ്പ്ലിറ്റ് ചെയ്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി സ്പ്ലിറ്റ് ചെയ്ത ആളുകളെ തിരിച്ച് വോട്ടിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ ഒരു ഘട്ടം വരെ അത് ഈ LDF എന്താ പറയാ, ഇടതുപക്ഷ പ്രവർത്തകർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ആളുകൾ അതിൽ നിന്ന് മാറി ചിന്തിച്ചു തുടങ്ങി. ഇനി അതായത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ആഗോളതലത്തിൽ തന്നെ വ്യാപകമാവുകയും പല രാജ്യങ്ങളിലും ദുരന്തങ്ങൾ ഉണ്ടാക്കുകയും, ദുരന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ബ്രിട്ടനിലൊക്കെ ആളുകളെ കൊന്നൊടുക്കുകയാണ് പലതരത്തിൽ. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ അതായത് കേരളത്തിൽ ഈ എന്താ പറയാ, ഭീകരവാദികൾ പോകുന്നില്ല എന്നുള്ളതാണ് ഇവർ സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതുണ്ട് എന്നുള്ളത് ഇക്കാലം കൊണ്ട് NIA-യുടെ ഇടപെടലുകളും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലും കൊണ്ട് സ്പഷ്ടമായി കഴിഞ്ഞു, ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത്തരത്തിൽ ജാതീയപരമായും മതപരമായും സ്പ്ലിറ്റ് ചെയ്ത് വോട്ട് ബാങ്കിന് വേണ്ടി ആളുകളെ എന്താ പറയുക പിന്തിരിപ്പിച്ച് തമ്മിലടുപ്പിച്ച് നേടുന്ന ഒരു രാഷ്ട്രീയമാണ് ഇവിടെ ഇടതു വലതു മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകൾ മാറി ചിന്തിച്ചു. ഇനി എന്തുകൊണ്ട് മാറി ചിന്തിച്ചുകൂടാ? ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലൊരു മാറ്റം ആഗ്രഹിക്കുന്നതിന്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം ഒരു പക്ഷേ ജോസഫ് മാഷ് തീർച്ചയായിട്ടും ജോസഫ് മാഷ് അങ്ങനെ പോയി എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു സംരക്ഷണം അദ്ദേഹത്തിന് കിട്ടുമെന്ന് തന്നെ തോന്നിയത് കൊണ്ടാണ്. ആ സംരക്ഷണം ഉറപ്പാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു ശരിക്കും ഇപ്പം നമ്മുടെ ഈ കേരളത്തിൽ നമ്മുടെ ആരുടെയും ജീവൻ സുരക്ഷിതമല്ല. ഈ പറയുന്ന പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഈ അടിക്കടി വന്നിരിക്കുന്ന പല കാര്യങ്ങളിലും. അപ്പോൾ ജോസഫ് മാഷിനെ പോലെ ഇത്രയധികം ജീവിതത്തിൽ കഠിനമായ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഭാര്യ പോയി, അദ്ദേഹത്തിൻ്റെ സഭ തള്ളിപ്പറഞ്ഞു, പ്രീത പറഞ്ഞതെല്ലാം തന്നെയാണ് എനിക്കും അതിൽ പറയാനുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു കുംഭമേളയ്ക്ക് അദ്ദേഹം പോയി എന്ന് പറയുന്നത്
അദ്ദേഹത്തിന് സംരക്ഷണം എവരിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ കിട്ടണം, അദ്ദേഹം അത് ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. അതിൽ നമുക്ക് അഭിമാനിക്കുക തന്നെ ചെയ്യാം. ഈ സെലിബ്രിറ്റീസിന്റെ പടങ്ങളെ അടക്കം സെലിബ്രിറ്റീസ് പോയതിനേക്കാളും പോയി പലരും ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ആ ഒരു ഗായിക നമ്മുടെ ബാലയുടെ ഭാര്യ പോയതായിട്ടൊക്കെ ചിത്രം ഞാൻ ഏതോ സോഷ്യൽ മീഡിയയിൽ കണ്ടു. എന്തേ ഈ നിമിഷം വരെ ഈ മനുഷ്യൻ പോയതിനെ കുറിച്ചൊരു വാർത്തയായി നാം ഒരിടത്തും കണ്ടില്ല, ഒരു ചിത്രം പോലും ഒരിടത്തും വന്നില്ല എന്നൊരു ചോദ്യം നമ്മൾ കേരള സമൂഹത്തോട് ചോദിക്കുകയാണ്.